നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഒരു കപ്പളങ്ങ മോരുകറി ഉണ്ടാക്കാം. നാടൻ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല പച്ച കപ്പളങ്ങ എടുക്കണം. ഇതേപോലെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അല്പം വലുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മളിതൊരു കുക്കറിൽ വെച്ചിട്ടേ ഒരു 2 വിസിലടിക്കുമ്പോഴും ഇത് റെഡിയാകും. പക്ഷേ ഞാനത് നമ്മളുടെ മൺചട്ടിയിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചട്ടിയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിനുള്ള ടേസ്റ്റ് വളരെ കൂടുതലാണ്. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ സമയത്ത് നമുക്കൊരു തേങ്ങ എടുത്ത് കുറച്ച് പച്ചമുളക്, 4 പച്ചമുളക്, കുറച്ച് ഉള്ളി, കുറച്ച് ജീരകവും തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല സ്വാദുള്ള നമുക്കൊരു കപ്പ് കട്ട തൈരും കൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ വെച്ചിട്ട് നമുക്ക് നരച്ചെടുക്കാം. ആ സമയമായപ്പോഴത്തേനും നമ്മുടെ നല്ലതായിട്ട് നമ്മുടെ കപ്പളങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ അരപ്പ് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഇതൊന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് യോജിപ്പിക്കാം. ഒന്ന് തിളയ്ക്കണം കേട്ടോ. നമ്മളൊന്ന് ആ മിക്സി ഒന്ന് കഴുകിയിട്ടേ ആ വെള്ളം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളമൊക്കെ ആവും. സാമാന്യമായിട്ടുള്ള ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നമുക്കൊരു പാൻ വെച്ച് കുറച്ച് കടുക് പൊട്ടിക്കാം, കുറച്ച് ഉലുവയും കൂടെ ഇടാം കേട്ടോ, കുറച്ച് കരിയാപ്പില, കുറച്ച് വത്തൽ മുളക് കൂടി, 3-4 വത്തൽ മുളക് കൂടി ഇട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്കത് നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ആഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. മറക്കാതെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം.